Okay, good afternoon, everyone. Good afternoon, Miss. Good afternoon, Miss. Okay, good afternoon. സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. ഇന്ന് ആരും ഇല്ലേ ക്ലാസ്സില്? Okay. Good afternoon, Miss. Yeah, good afternoon, Shamala. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. പ്രയർ ആരാ ചൊല്ലാം? ഞാൻ ചൊല്ലാം മിസ്സേ. ഞാൻ ചൊല്ലാം. Loving Father, we thank you for giving us this beautiful day. Thank you for the opportunity you have given us to study in this class. Help us to be truthful in all that we think, do, and say. Grant us the grace to be attentive in the class and study all our lessons well. Amen. Okay, part of the ഉണ്ടോ? ഉണ്ടോ? No. Okay, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കുറച്ച് മലയാളം സെന്റൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിരുന്നോ എല്ലാവരും? ചെയ്തിരുന്നോ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഉണ്ടോ? Okay, wait. Yeah, okay. അപ്പോ ഞാൻ അപ്ലോഡ് ചെയ്ത ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കുറച്ച് മലയാളം സെന്റൻസ് ചെയ്തിരുന്നോ നിങ്ങള്? ഡിസ്കസ് ചെയ്യണോ അത്? വേണ്ട, വേണ്ടുന്നില്ല. ഓക്കെ, അപ്പോ ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിന് ശേഷം ഉള്ളത് നമുക്ക് നിങ്ങളുടെ ആ ചാപ്റ്റർ ടെൻസിന്റെ ചാപ്റ്ററിൽ എക്സാമിന് വേണ്ടി ഉള്ളത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോ നമുക്കിന്ന് അത് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണല്ലോ എല്ലാവരും? ആക്റ്റീവ് അല്ലേ? അതെ. ഓക്കെ, അപ്പോ നോട്ട്ബുക്ക് എടുക്കുക. അതില് ഹെഡിങ് കൊടുക്കുക ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. Yes. ഫസ്റ്റ് ഓരോ ടെൻസിലും ഓരോ രീതിയിലാണ് നമ്മള് പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത്. അപ്പോ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസില് നമ്മള് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. അതായത് സ്ക്രീനിലോട്ട് നോക്കാം കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നോക്കാം. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സെന്റൻസ് അത് ആക്റ്റീവ് വോയിസ് ആണ്. അത് മാത്രമല്ല അത് സിമ്പിൾ പ്രസന്റ് ടെൻസും കൂടിയാണ് അല്ലെ. ഹി പ്ലേസ് എ ക്രിക്കറ്റ്, സോറി ഹി പ്ലേസ് ക്രിക്കറ്റ് ആക്റ്റീവ് വോയിസ് ആണ്. അതുപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസും കൂടിയാണ്. അതിനെ നമ്മള് പാസീവ് വോയിസിലേക്ക് മാറ്റണം അല്ലെ. പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ അതാ അങ്ങനെയാണെങ്കിൽ ഓരോ ടെൻസിനും നമുക്ക് ഓരോ സ്ട്രക്ചർ ഉണ്ട്. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള സ്ട്രക്ചർ ഓരോ ടെൻസിലുണ്ട്. അപ്പൊ ഓരോ ടെൻസിലെയും സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. അഥവാ നിങ്ങൾക്ക് അല്ലാതെയും മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്? Yes, Miss. യെസ്, ക്ലിയർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സ്ട്രക്ചർ നോക്കാം. പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള സ്ട്രക്ചർ ആണ് കേട്ടോ ഇത്. അപ്പോ സ്ട്രക്ചർ എഴുതിയിരിക്കുക. ടെൻസ് നോട്ട്ബുക്കിൽ എഴുതുന്നെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഞാൻ ഈ നോട്ട് അപ്ലോഡ് ചെയ്യാം. വേണ്ട, ഞാൻ എഴുതി വെക്കുന്നതാണ് നല്ലത്. എഴുതി വെക്കും.
സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഹെഡിങ് കൊടുക്കാം. മെയിൻ ഹെഡിങ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അതിനുശേഷം സിമ്പിൾ പ്രസന്റ് ടെൻസും കൂടെ ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന സ്ട്രക്ചർ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. Object plus is, am, are plus V3 plus by it plus subject എന്ന് എഴുതി വെക്കാം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? Yes, Miss. Yes. അപ്പോ ശ്രദ്ധിക്കായി, he plays cricket എന്ന് പറയുന്ന സെന്റൻസ്. ഈ സെന്റൻസിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, അല്ലെ? അപ്പൊ he plays cricket എന്ന് പറയുന്ന സെന്റൻസിൽ സബ്ജക്റ്റ് ഏതാണ്? he ആണ്. he സബ്ജക്റ്റ്, plays വെർബ്, cricket ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് അതെങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം? സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് വേണ്ടത് ഏതായിരുന്നു? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് എഴുതാം. ഒബ്ജക്റ്റ് ഏതാണ്? ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ്. അതിനുശേഷം ക്രിക്കറ്റ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കാം. സിംഗുലർ ആണെങ്കിൽ അത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഓക്സിലറി ഏതാണ്? ഈസ് ആണ്, അല്ലെ? അപ്പൊ ക്രിക്കറ്റ് ഈസ് കിട്ടി. അതിനുശേഷം വേർബ്, നമുക്ക് ആക്റ്റീവ് വോയിസിൽ വേർബ് ഉണ്ട്, പ്ലേ ആണ്, അല്ലെ? ആ പ്ലേയിന്റെ V3 ഫോം എഴുതാം, പ്ലേഡ്. അതിനുശേഷം ബൈ വേണം. അതിനുശേഷമാണ് സബ്ജക്റ്റ് വേണ്ടത്. ആക്റ്റീവ് വോയിസ് സബ്ജക്റ്റ് ഹി ആണ്. അത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും? ഹിം ആയിട്ട് വരും. യെസ്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ഏതാണ്? ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം. ഓക്കെ, അപ്പൊ സബ്ജക്ട് നോക്കി ഇവിടെ ഐ എന്നാണ് സബ്ജക്ട് എങ്കിൽ അത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ മീ ആയിട്ട് മാറും. വി, അസ്, യു, he, him, she, her, they, them, it. ഓക്കെ, ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ പാസീവ് വോയിസിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജക്റ്റിനാണ്. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, പറയാം. ഇല്ല? ഓക്കെ, ഇനി ടേബിള് എഴുതിയെടുക്കട്ടെ മിസ്? ടേബിൾ എഴുതിക്കോളൂ. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിൽ വരുമ്പോൾ മാറ്റാണ് കേട്ടോ. അപ്പൊ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് കൊടുക്കുക, അതിനുശേഷം പാസീവ് വോയിസിലെ സബ്ജക്റ്റ്, രണ്ട് ടേബിൾ ആകാം. അപ്പൊ ഐ ആക്റ്റീവ് വോയിസിൽ വരുമ്പോ അത് ഒബ്ജക്റ്റീവ് വരുമ്പോ മീ ആയിട്ട് മാറും. വി, അസ്, യു തന്നെയാണ്. ഹി, ഹിം ആയിട്ട് മാറും. ഓക്കെ, ഷീ, ഹർ, they, them. Okay. കഴിഞ്ഞോ? യെസ്. അപ്പൊ ഞാനൊരു സെന്റൻസ് പറയാം, അതിൽ നിങ്ങൾ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും നോക്കാം. അതിന്റെ ആൻസർ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഓരോരുത്തരും ടെക്സ്റ്റ് ചെയ്യാം, പറയാം. പറഞ്ഞ് ചിലപ്പോൾ കേൾക്കുമ്പോൾ ക്ലാരിറ്റി വരുന്നില്ല, അതുകൊണ്ട് ടെക്സ്റ്റ് ചെയ്യാം, കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോ എഴുതാം. She writes a novel. She writes a novel. She writes a novel. ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. She writes a novel. പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് വേഗം ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. She writes a novel എന്ന് പറയുന്ന സെന്റൻസിന് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ആക്റ്റീവ് വോയിസ് ആണ്, പാസീവ് വോയിസിലേക്ക് മാറ്റാം. എല്ലാവരും ആൻസർ ടെക്സ്റ്റ് ചെയ്യാം. എല്ലാവരും ക്ലാസ്സിൽ എത്ര പേരുണ്ടോ അത്രയും പേര് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, എക്സാമിന് വേണ്ടിയുള്ളതാണ്, അത് മനസ്സിലാക്കാം. വെറുതെ പഠിക്കുന്നതല്ല, എക്സാമിന് എന്തായാലും വരും.
Yeah, a novel is written by her. എന്നാ പറയാ കറക്റ്റ് ആണ് കേട്ടോ. A novel is written by her. കറക്റ്റ് ആണ്. ഇനി അടുത്തത് she eats mangoes. She eats mangoes. Yeah, mangoes are eaten by her. Okay, next. They read books. Okay, correct ആണ്. Mangoes are eaten by her. They read books. Okay, books are read by the. Correct. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണല്ലോ അല്ലെ? ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ക്ലിയർ? Yes. ഇനി moving on the next tense, present continuous. Present continuous ന്റെ സ്ട്രക്ചർ ചെയ്തെടുക്കുക. Object plus is, am, are plus being plus be3 plus by plus subject. Okay, ഇവിടെ മനസ്സിലായല്ലോ. ing ഫോം ആയതുകൊണ്ട് നമ്മൾ ബീയിങ് ഉണ്ടെന്ന് മാത്രം, ബാക്കി എല്ലാം സെയിം ആണ്. We are singing a song എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് a song ആണ്. a song എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് യൂസ് ചെയ്ത് is ആണ്. അപ്പൊ ഈ song is. കൂടെ എന്ത് വേണം? ബീയിങ് വേണം. പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ ബീയിങ് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സെയിം പ്രസന്റ് സിംപിൾ പ്രസന്റ് യൂസ് ചെയ്ത് എന്താണോ അത് തന്നെയാണ്. സോങ്ങിന്റെ V3 ഫോം, സോറി സിംഗിന്റെ V3 ഫോം സങ് എഴുതാം, ബൈ സബ്ജക്ട് എഴുതാം. സിമ്പിൾ. ബീയിങ് ആഡിങ് ഉണ്ടെന്ന് മാത്രം, ഒരു ബീയിങ് കൂട്ടിച്ചേർക്കൽ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സെയിം ആണ് എല്ലാവരും. ഓക്കെ, അപ്പോ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാരും ബാക്ക് ന്യൂസിലേക്ക് മാറ്റാം. ഐ എം ടീച്ചിങ് ഇംഗ്ലീഷ്, ഷീ ഈസ് റൈറ്റിംഗ് ലെറ്റർ, they are watching movies. She is writing a letter. ഒരു a ആഡ് ചെയ്തു കേട്ടോ. She is writing a letter. I am teaching English, she is writing letter, they are watching movies.
English is being taught by me. Yes. Correct answer ഇതാണ്. English is being taught by me. A letter is being written by her. Movies are being watched by them. Okay, clear? Clear ആണോ? Simple ആണോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? പറയൂ. എന്താണ് മിണ്ടാത്തെ? ടെക്സ്റ്റ് ചെയ്യുന്ന തിരക്കിലാണോ? അതുകൊണ്ടാണ് മിണ്ടാത്തെ? യെസ് മിസ്. ക്ലിയർ. ഓക്കെ, താങ്ക് യു. ക്ലിയർ. ക്ലിയർ ആണ്. യാ. അപ്പൊ നെക്സ്റ്റ് ടെൻസിലേക്ക് പോവാലോ. ക്ലിയർ അല്ലേ? യാ. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ ചെയ്തെടുത്തോളൂ. ഒബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb P3 plus by plus subject. ഇവിടെ ഹാസ് ഓർ ഹാവ് ആണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഈസ് ആണെങ്കിൽ ഇവിടെ ഹാസ് ഓർ ഹാവ് ആണ്. പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഹാസ് ഓർ ഹാവ് വന്നിരിക്കുന്നത്. ദെൻ അതിന് കൂടെ ഒരു ബീൻ ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, ബീൻ ഉണ്ട്. അത്രയേ ഉള്ളൂ. എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ എക്സാമ്പിൾ തരാം. ഓക്കെ, നിങ്ങൾ അതൊന്ന് എഴുതാൻ പറ്റും നോക്കാം. ഓക്കെ, ആക്റ്റീവ് വേഴ്സിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം കേട്ടോ. I have completed the book. She has written a book. They have watched the movies. We have painted the wall. Okay, പാസീവ് വോയിസിലേക്ക് മാറ്റാം. എല്ലാവരും ആൻസർ ചെയ്താ കേട്ടോ.
ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം ഹാസ് ആണ് ഹാവ് ആണ് എഴുതാൻ. ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഹാസ് എഴുതാം, ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ഹാവ് ഇവിടെ എഴുതാവുന്നതാണ്. യെസ്, അപ്പോ ഇതാണ് ആൻസർ. First one, first answer, the work has been completed by me. Then a book has been written by her. Movies have been watched by them. The wall has been painted by us. Okay, clear ആണ്. So, നമ്മൾ present tense complete ചെയ്തു. Do you have any doubts about the present tense? Any doubt? If you have any doubts, so please ask me. Okay, right now. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ. Clear. Okay, Soumya, Samira, Akshaya, Sabish Shamir, Ayanamol, Usha Anil. Clear ആണ്. Clear ആണ്. Present tense clear ആണ്. Okay. Let's move on to the next. ഇവിടെ നമ്മൾക്ക് എഴുതാണ്. എന്തോ നോട്ടിൽ നോട്ട് എഴുതാണ്. നോട്ടിലേക്ക് എഴുതാണ്. ഇത് കഴിയുമ്പോ പറയണേ. ഇവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് വരെ ഉള്ളൂ, കണ്ടിന്യൂസ് ഇല്ല കേട്ടോ. ആക്റ്റീവ് വോയിസിൽ പാസീവ് വോയിസിൽ അങ്ങനെ കണ്ടിന്യൂസ് ഇല്ല. പെർഫെക്റ്റ് കണ്ടിന്യൂസ് 3 ടെൻസ് വരെ ഉള്ളൂ, 4ാമത്തെ ഇല്ല. ഓക്കെ, അതുകൊണ്ട് പ്രസന്റ് ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എഴുതി കഴിയുമ്പോ പറയാം. Okay, continue. So next past tense ആണ്. heading കൊടുക്കാം past tense. Then small heading simple past. past tense ലെ simple past ആണ് എഴുതുന്നത്. അതിന്റെ സ്ട്രക്ചർ എഴുതാം. സ്ക്രീനിലോട്ട് നോക്കാം. അതിന്റെ സ്ട്രക്ചർ എഴുതാം. object plus was or were plus V3 plus by plus subject. Okay, object plus was over plus V3 plus by plus subject. ഇനി ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാം. സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സിമ്പിൾ ആണ്. ഒന്ന് മാറ്റാം. The girl wrote a letter. She played piano. They sang a song. I drew pictures. 4 ആക്റ്റീവ് വോയിസ് ഉണ്ട്, അതിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം.
Okay. First, a letter was written by the girl. Piano was played by her. A song was sung by them. Pictures were drawn by me. Yes, correct ആണ്. എല്ലാവരും correct ആയിട്ട് ചിന്തിക്കുന്നത്. Correct ആണ്. അപ്പോ simple past clear ആണോ എല്ലാവർക്കും? Clear ആണോ? Okay, so next present past continuous in the structure notebook the object plus was or were plus being plus be3 plus by plus subject ഇതാണ് past continuous in the structure അത് notebook എഴുതിയെടുക്കുക. Okay, structure ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് active voice നെ passive voice ലേക്ക് മാറ്റാം. Okay, the first one, I was eating biryani. He was writing stories. We were reading newspaper. They were playing cricket. Okay, നാല് active voice ഉണ്ട്. So let's change into the passive voice. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാട്ടോ.
Okay. കുറച്ച് പേര് മാത്രം ടെക്സ്റ്റ് ഇടണം. Yeah. Okay. So that's the correct answer. Biryani was being eaten by me. Stories were being written by him. Newspaper was being read by us. Cricket was being played by them. Clear ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്. നോട്ട്ബുക്കിലേക്ക് എഴുതാം. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ എഴുതി വെക്കാം. അതിനുശേഷം എഴുതി കഴിഞ്ഞവര് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചറും കൂടെ എഴുതാം. ഒബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാം. എക്സ്ക്യൂസ് മീ മിസ് ഇടുന്നത് എനിക്ക് കിട്ടുന്നില്ല, അതെന്തുവാ? കിട്ടുന്നില്ലയോ? ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് വരുന്നില്ല. ഇതുവരെ വന്നില്ലേ? ആണോ? എന്താണാവോ? ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട് മിസ്. ഉഷത്തേച്ചി ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് കയറി നോക്ക്. ഇല്ല, കിട്ടുന്നില്ല. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് നോക്കി. ആദ്യം തൊട്ടോ? ലെഫ്റ്റ് ആദ്യം ജോയിൻ ചെയ്യൂ. ഓക്കെ, ജോയിൻ ചെയ്തോ? ഇത് പക്ഷെ കിട്ടുന്നില്ല. ഞാനിപ്പോ ആയിക്കോട്ടോ, നോക്കണേ. ചെയ്തിട്ടുണ്ട്, നോക്കി കിട്ടുന്നുണ്ടോ? കിട്ടിയോ? ഐ ഹാഡ് ലോസ്റ്റ് കീസ് ആണോ? I have lost the keys. We have ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പൊ കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പം കിട്ടുന്നുണ്ട്. ഇതുവരെ കിട്ടിയില്ല, അപ്പൊ ഞാൻ ഇങ്ങനെ ബ്ലണ്ടർ അടിച്ചിരിക്കുവായിരുന്നു. ലെഫ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. യെസ്. Usha, you take it. Let's see your answer.
Yes, the correct answer. Check it out. Keys had been lost by me. Mangoes had been eaten by us. Piano had been played by them. Yes, correct. In next, അടുത്ത tense, future tense. Simple future structure ചെയ്ത object plus will plus be plus be3 plus by plus subject. will മാത്രം എഴുതിയാൽ മതി കേട്ടോ, shall വേണ്ട. will മാത്രം മതിയേ. will മാത്രം വെച്ചിട്ട് എഴുതാം. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഐ വിൽ പ്ലേ ക്രിക്കറ്റ്, ദേ വിൽ റൈറ്റിംഗ് ലെറ്റർ, റൈറ്റിംഗ് അല്ല കേട്ടോ, ദേ വിൽ റൈറ്റ്, സോറി റൈറ്റ് ആണ്, റൈറ്റിംഗ് അല്ല, റൈറ്റ്. They will write letters. We will read the newspapers. The boy will draw the pictures. എക്സ്ക്യൂസ് മീ മിസ്, ഒന്ന് വന്നിട്ട് അങ്ങ് പോയി. അതെന്തോ എന്റെ ഫോണ്. അയ്യോ അറിയില്ല, ഞാൻ പറഞ്ഞുതരാം, എഴുതിയെടുത്തോളൂ. I will play cricket. I will play cricket. They will write letters. They will write letters. We will read newspapers. We will read newspapers. The boy will draw the pictures. The boy will draw the pictures. Okay. ഇനി അത് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ആൻസർ ചെയ്യാം ട്ടോ. ആൻസർ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ആൻസർ ഏതായിരിക്കും? ക്രിക്കറ്റ്. ആൻസർ ക്രിക്കറ്റ് will be played by me. Cricket will be played by me. Letters will be written by them. Newspapers will be read by us. The pictures will be
drawn by the boy എന്നാ വരാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് ചെയ്തു എല്ലാവരും? ചെയ്തോ? യെസ്. Yes, miss. ഓക്കെ, അപ്പൊ അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എഴുതാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് അതിന്റെ സ്ട്രക്ചർ എഴുതാട്ടോ. സബ്ജക്ട് പ്ലസ്, സ്ക്രീനിലില്ല, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ് ആണോ ഒബ്ജക്റ്റ് ആണോ? ഒബ്ജക്റ്റ് ആണ്, മിസ്റ്റേക്ക് ആണ്. ഒബ്ജക്ട് പ്ലസ് വിൽ പ്ലസ്, ഒബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് ബി. ദെൻ നമ്മൾ പ്രസന്റില് കണ്ടിന്യൂസ് വന്നപ്പോ എന്താ യൂസ് ചെയ്തേ? ബീയിങ് അല്ലേ യൂസ് ചെയ്തേ? അതുപോലെ തന്നെ ഒരു ബീയിങ് യൂസ് ചെയ്യാം. ബീയിങ് ഏത് അഞ്ച് വരുമ്പോഴും നമ്മൾ ബീയിങ് ആയി യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ വില്ല് ബി ദെൻ ബി സെയിം തന്നെയാ. പിന്നെ V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. ഒന്നുകൂടെ പറയാം. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. എഴുതിയ എല്ലാവരും? മിസ്. ഒബ്ജക്ട് പ്ലസ്, ടെക്സ്റ്റ് ചെയ്യാമോ മിസ്? ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കി. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. സബ്ജക്ട് അല്ല കേട്ടോ, ഒബ്ജക്റ്റ് ആണ് വരാം. ഒബ്ജക്ട് പ്ലസ് വിൽ പ്ലസ്, ഞാൻ വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യൂ, ഒന്നുകൂടെ ടെക്സ്റ്റ് ചെയ്യാം. Object plus will plus B plus being plus V3 plus by plus subject. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ, നോക്കി എഴുതാം. ഒബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? എഴുതിയെടുത്തില്ലേ? യെസ്. ഇനി ആക്റ്റീവ് വോയിസ് ഉണ്ട്, പാസീവ് വോയിസിലൊക്കെ മാറ്റി കേട്ടോ. I will writing stories, she will cooking biryani, they will doing the project. ഈ മൂന്ന് ആക്റ്റീവ് വോയിസിനെയും പാസീവ് വോയിസിലേക്ക് മാറ്റിയ ഫസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ,
Okay. Yeah. Answer എങ്ങനെയാ വരാം? Stories will be being written by me. Biryani will be being cooked by her. Project will be being done by them. Okay. Clear ആയോ? Yes. എല്ലാവരും നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വളരെ സ്ലോയിലാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത സ്ട്രക്ചർ എഴുതാം. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഴുതിക്കൂ. ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എഴുതിയെടുക്കാം ആൻസർ. Stories will be being written by me. Biryani will be being cooked by her. Project will be being done by them. എഴുതി കഴിഞ്ഞവര് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചറും കൂടി എഴുതാട്ടോ. സ്ക്രീനിലോട്ട് നോക്കി എഴുതാം. ഇവിടെ വലിയ മാത്രം എഴുതിയാൽ മതി, ഷാൽ വേണ്ട. ഓക്കെ, സ്ട്രക്ചർ എഴുതി കഴിഞ്ഞെങ്കിൽ പറയാം. മിസ് ഒരു ഡൗട്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് വോയിസ് ഇല്ലെന്നാണല്ലോ. ഇല്ലെന്നാണ്, പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. ഇല്ലെന്നാണ് മെറ്റീരിയൽ അറിവ്, പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. അത് മിസ്റ്റേക്ക് ആണോ മിസ്സേ? അത് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. എനിക്കും തോന്നാനായിട്ട് ഇല്ല, ഞാനും അങ്ങനെയാണ് കേട്ടത്. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെയും നോക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. ഇല്ല, അത് മിസ്റ്റേക്ക് ആണ് മിസ്സേ. അതുകൊണ്ടാണ് എന്റെ നോട്ടിൽ അത് ഇല്ലാതെ. കണ്ടോ, സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ പെർഫെക്റ്റ് വെച്ച് ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. Only 8 tense has voice. അതെ അതെ അതെ, എന്റെ അറിവ് അങ്ങനെ തന്നെയാണ്. പക്ഷെ ടെക്സ്റ്റിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എനിക്ക് സംശയമാണ്. അത് തെറ്റാ മിസ്സേ. കാരണം വിൽ ബി ബീയിങ് എന്നൊരു വാക്കില്ല, പക്ഷെ ടെക്സ്റ്റില് കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് കളയാം. വിൽ ബി ബീയിങ് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടാവില്ല. ഇല്ല, എനിക്കറിയാം. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ടെക്സ്റ്റിൽ കൊടുത്തു ഞാൻ ആലോചിക്കട്ടെ, ഒന്ന് സെർച്ച് ചെയ്യണം എനിക്ക്. എന്തുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ വന്നു എന്നറിയണം. ഓക്കെ, അപ്പോ അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് ഏതാട്ടോ. ഞാൻ ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ വെട്ടിക്കളയും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ബാക്കി വെക്കും. അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എഴുതാം. സ്ക്രീനിലുണ്ട്, എഴുതാം കേട്ടോ. എന്നിട്ട് അതിന്റെ ആക്റ്റീവ് വോയിസ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി മിസ് അറിഞ്ഞുകൊണ്ടും ഇത് ഞങ്ങൾ എന്തിനു പഠിപ്പിച്ചു എന്നൊരു ചോദ്യം വേണ്ട കേട്ടോ. ഞാനും എന്റെ നോട്ടില് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസേ ഇല്ല. ടെക്സ്റ്റിൽ നോക്കിയപ്പോഴാണെങ്കിലോ സ്ട്രക്ചർ അടക്കമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതുവരെയും എന്റെ അറിവിലില്ല. ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ എടുത്തതേ ഉള്ളൂ. ഓക്കെ, എനിക്കും ഡൗട്ട് ആയിരുന്നു. ഞാനപ്പോ അടുത്ത ക്ലാസ്സിൽ ഇത് നോക്കിയിട്ട് വന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ. ഓക്കെ, കാരണം നമുക്ക് ഒരു ഉറപ്പില്ലാണ്ട് നമ്മൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഞാനും ഇംഗ്ലീഷിൽ അത്രയും വലിയ പെർഫെക്റ്റ് ഒന്നല്ല. ഞാൻ ഉണ്ടെങ്കിലോ എന്നൊരു ചിന്ത എനിക്കും വന്നു. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ അത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്കത് കൺഫേം ചെയ്ത് ഞാൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ആക്റ്റീവ് വോയിസ് എഴുതിയെടുക്കുക, അതിനകത്ത് പാസീവ് വോയിസിലേക്ക് മാറ്റാം.
എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഇതാണ് ആൻസർ. ഇതാണ് ടൈം കഴിഞ്ഞു, അതുകൊണ്ടാണ് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തേ. പിയാനോ will have been played by me. Lunch will have been cooked by them. Novel will have been written by us. Books will have been read by him. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഫാസ്റ്റ് കണ്ടിന്യൂസ് ഞാൻ കൺഫേം ചെയ്ത് പറയാം. ദെൻ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് ഇതുപോലെ ഒരുപാട് എക്സസൈസ്, ഓക്കെ, ആക്റ്റീവ് വോയിസിന്റെയും പാസീവ് വോയിസിന്റെയും എക്സസൈസ് നോക്കിയിട്ട് വരാം. എക്സസൈസ് ചെയ്യുന്നതിന് ശേഷം ആണോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വേണ്ടത്? എന്താണ്? അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നാളെയോ മറ്റന്നാളോ മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടോ? എക്സസൈസ് ചെയ്തിട്ട് മതി അല്ലേ? ഇതിന്റെ PDF ഗ്രൂപ്പിലേക്ക് ഇടുവോ? ഇതിന്റെ PDF ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എടുത്തതോ? പക്ഷെ ഞാൻ എടുത്തത് സ്ട്രക്ചർ മാത്രമേ ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. മിസ്സിന്റെ നോട്ട് ഇട്ടാ മതി. എന്റെ നോട്ടില് ഞാൻ തന്ന ഇപ്പൊ ഈ കാണുന്ന സ്ക്രീനിലുള്ളത് എക്സാമ്പിൾ ചിലത് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാതെ. ഓക്കെ, സ്ട്രക്ചർ മാത്രമായിട്ടാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെയ്തുതരാം. എന്നിട്ട് മോഡൽസ് ചെയ്യാം മിസ്സേ. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ സ്ട്രക്ചറും കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഒന്നിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം. മേ ബി നാളെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ് കഴിയുമ്പോൾ അടുത്ത ക്ലാസ് കുറച്ചുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ കൊണ്ടുവരാം. സ്ട്രക്ചർ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് വെക്കാം. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ, ഈ ടെൻസിന്റെ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. ഓക്കെ, ടെൻസ് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഏകദേശം കംപ്ലീറ്റ് ആണ്. ഈ ടെൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസ് ആയിരിക്കുള്ളൂ, വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അതോടുകൂടി നമുക്ക് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല. Okay, so thank you. See you on the next class. Okay, bye. Thank you miss. Thank you, miss. Thank you, miss.